ഞാനിത് ഇപ്പൊ തന്നെ ചെയ്യണോ? ഓണത്തിന്റെ പോലെ ഹാപ്പി ഓണം പറഞ്ഞില്ല, അത് അവസാനത്തെ കുറച്ച് സാധനം പറയൂലേ, അപ്പൊ ഞാൻ എടുക്കണല്ലോ. നിങ്ങൾ ആരും വളർന്നു വരുന്നതിന്റെ കോമഡി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ആരാ ക്വസ്റ്റ്യൻ ചോദിക്കും? ഞാൻ ചോദിക്കും. ഓക്കെ, ചോദിച്ചോ. ഓക്കെ, ഫസ്റ്റ് നമ്മളായ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FAQ സെഷൻ. അപ്പോൾ ഇന്നത്തെ FAQ സെഷനിലും നിങ്ങൾ ഞങ്ങളോട് കോമന്റ് സെഷനിലും പിന്നെ ലൈവിൻ്റെ സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കും. ഞാൻ ചോദിക്കും. ഓക്കെ. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഓർക്കുന്നു? ഓർക്കുന്നു. ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. ഓർക്കുന്നു എന്നാണോ ഓർക്കുന്നോ എന്നാണോ? ഓർക്കുന്നു. അക്ഷരം മാറിപ്പോയാൽ കംപ്ലീറ്റ് മാറിപ്പോ കേട്ടോ. ഓർക്കുന്നു. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഓർക്കുന്നു? ഞാൻ ഓർക്കുന്നു. ഐ റിമെമ്പർ ദ ഡേ വെൻ വി മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അല്ലെങ്കിൽ വെൻ വി ഫസ്റ്റ് മെറ്റ്. നീ ഓർക്കുന്നുണ്ടോന്നാണ് ചോദിക്കുന്നെങ്കിൽ ഡു യു റിമെമ്പർ ദ ഡേ വെൻ വി മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഓക്കെ അല്ലേ? അതിനകത്ത് എന്താ രണ്ട് ഫ്രേസസ് വന്നിട്ടുണ്ട്. ഐ റിമെമ്പർ ദ ഡേ, പിന്നെ വി ഫസ്റ്റ് മെറ്റ്. രണ്ട് ടെൻസ് ആണ് രണ്ട്. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം നീ ഓർക്കുന്നു എന്ന് പറയാനാണ് ചേച്ചി പറഞ്ഞത്. ഐ റിമെമ്പർ ദ ഡേ വെൻ വി ഫസ്റ്റ് മെറ്റ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് സീൻ ഇറ്റ് കമ്മിങ്. കറക്റ്റ്. ഐ ഷുഡ് ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത് കാണേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിക്കുന്ന അതുകൊണ്ടാണ് അതെ. ഹാവ് കഴിഞ്ഞിട്ട് അതെ. ഐ ഷുഡ് ഹാവ് സീൻ ഇറ്റ് കമ്മിങ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നീ. ഞാൻ അവൻ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ് വെൻ ഹി കെയിം. ഇവിടെ രണ്ട് ആക്ഷനാണ് നടക്കുന്നത്. അതായത് ഞാൻ ഉറങ്ങുമായിരുന്നു, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഏതോ ഒരുത്തൻ വന്നു. അപ്പോൾ അവൻ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? എൻ്റെ ഉറക്കം പോയി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ആക്ഷനാണ് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരാൾ വന്നപ്പോൾ ആക്ഷൻ നിന്നു. അതുകൊണ്ടാണ് ഇവിടെ ഐ വാസ് സ്ലീപ്പിംഗ് വെൻ ഹി കെയിം എന്ന് വന്നത്. രണ്ട് ടെൻസ് വന്നത്. ഓക്കെ, ഇനി അടുത്ത് ഞാനല്ലേ ചോദിക്കട്ടെ. എൻ്റെ മുടി ഇന്ന് ആകെ വൃത്തികേടാണ്. എൻ്റെ മുടി ബാഡ് ഹെയർ. എൻ്റെ മുടി ഇന്ന് ആകെ വൃത്തികേടാണ്. മൈ ഹെയർ ഇസ് സച്ച് എ മെസ് ടുഡേ. മെസ് എന്ന് പറയുമ്പോൾ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക. മൈ റൂം ഇസ് സച്ച് എ മെസ്. അതെ, മൈ വർക്ക് ഇസ് എ കംപ്ലീറ്റ് മെസ്. ഐ ആം എ കംപ്ലീറ്റ് മെസ്. ഞാനിന്ന് ആകെ റിലേ പോയി കിടക്കാണ്. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് മെസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതെ, നീ ഞാനിത് ഇപ്പൊ തന്നെ ചെയ്യണോ? ഡു ഐ ഹാവ് ടു ഡു ഇറ്റ് റൈറ്റ് നൗ? റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് റൈറ്റ് നൗ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡു ഐ ഹാവ് ടു ഡു ഇറ്റ് റൈറ്റ് നൗ എന്നുള്ളത്. ഇവിടെ രണ്ട് ഡു ഉണ്ട് അല്ലേ? ഡു ഐ ഹാവ് ടു ഡു ഇറ്റ് റൈറ്റ് നൗ. മറ്റേ ഡു ആ വേർബ് ചെയ്യണോ എന്നുള്ളത്. മറ്റേത് ക്വസ്റ്റ്യൻ വേർഡ്. അത്രേ ഉള്ളൂ. 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. എനിക്കൊരു ചാൻസ് ഒന്ന് ഞാൻ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കളയും. അതുകൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലത്തെ സെൻറ്റൻസസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കോമൻറ്റിൽ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ കൃഷ്ണ അപ്പം തന്നെ മറുപടി നൽകും നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. ഇതുപോലത്തെ FAQ സെഷനിൽ കൊണ്ടുവരാം. അങ്ങനെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, എന്ത് വേണം ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നതെങ്കിൽ, അപ്പോൾ ഈ വീഡിയോസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷെ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. കുറച്ച് പുസ്തകം വായിച്ച് പഠിച്ചതുകൊണ്ടോ എഴുതി പഠിച്ചതുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടീസ് ഓറിയൻറ്റഡ് കോഴ്സസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ തരുന്നത്. ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇൻ്റർവ്യൂയുടെ അറ്റൻഡ് ചെയ്യണമായിരിക്കും, ചിലർക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ കോഴ്സ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കോഴ്സ് നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ. This is Krishna signing off from English Mithra. English Mithra. Stop worrying,
start learning.